പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ വൈകിയ സമയത്ത് കർത്താവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിത്യജീവ മൊഴികൾ എന്ന വിശുദ്ധ വചന പരമ്പരയിൽ ഒരു പ്രാവശ്യം കൂടെ കടന്നു വരുവാനും സത്യവചനത്തെ നിങ്ങളോട് അറിയിപ്പാനും സ്വർഗത്തിലെ ദൈവം കൃപ നൽകിയത് കൊണ്ട് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നു. ഈ ഗ്രൂപ്പിനെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ഇതിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യ കർത്താവിൻ്റെ ദാസന്മാരെ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ സ്തോത്രം യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ചില കാര്യങ്ങൾ സംസാരിക്കുവാനിടയായി തീർന്നു. അതിനോട് ബന്ധപ്പെട്ട് തന്നെ ഇന്ന് ഈ സമയത്ത് അതിൻ്റെ 7ാമത്തെ ഭാഗം സംസാരിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ വിഷയം ചിന്തിക്കാം എന്ന് താല്പര്യപ്പെടുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ വരവ് നമ്മുടെ ഏറ്റവും സമീപമായിരിക്കുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. കർത്താവിൻ്റെ വരവ് നമ്മോട് അടുത്തിരിക്കുന്നത് കൊണ്ട് നാം എത്രയും കർത്താവിനോട് അടുത്ത് നിൽക്കുകയും കർത്താവിൻ്റെ വചനത്തിൻ്റെ സത്യം പൂർണ്ണമായിട്ടും മനസ്സിലാക്കി സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. സ്തോത്രം. അതുകൊണ്ട് സത്യം ആരും അറിയാതെ പോകരുത് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനസത്യം നിങ്ങളോട് സംസാരിക്കുകയാണ് ഈ ഗ്രൂപ്പിലൂടെ ഓരോ ദിവസവും കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവചന സത്യം തുറന്നു പറയുമ്പോൾ പലർക്കും അത് അംഗീകരിക്കുവാൻ കഴിയുന്നില്ല. അതിനെതിരായി പല അഭിപ്രായ പ്രകടനങ്ങളും നടത്തുന്നുണ്ട്. സത്യം അറിയുവാനുള്ളതായ ഒരു ദാഹം എല്ലാ പ്രിയപ്പെട്ടവർക്കും ഉണ്ടായിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. തിരുവചന സത്യം എല്ലാവരും അറിയുകയും സത്യവചനത്താൽ സ്വതന്ത്രമാക്കപ്പെടുകയും ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരായിരിക്കും എന്ന് ദൈവത്തിൻ്റെ വചനത്തിലൂടെ കാണുവാനായിട്ട് കഴിയുകയാണ്. സത്യത്തോട് മത്സരിക്കുന്നു എങ്കിൽ അങ്ങനെയുള്ളവർ വരണ്ട ദേശത്ത് പാർക്കുമെന്നാണ് വചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്. അതാർക്കും സംഭവിക്കാതിരിക്കേണ്ടതിന് സകല പ്രിയപ്പെട്ടവരും ജീവനുള്ള ദൈവത്തിൻ്റെ സത്യവചനത്തെ അറിയേണ്ട പോലെ അറിയുവാൻ സ്വർഗത്തിലെ ദൈവം എവരെയും സഹായിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം. വചനം സംസാരിക്കപ്പെടുന്നത് കേൾക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത്, അത് വേദപുസ്തകവുമായിട്ടൊന്ന് ഒത്തുനോക്കി ഇത് തിരുവചന സത്യം തന്നെയാണോ എന്ന് നാം പൂർണ്ണമായിട്ടും നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കേണ്ടതും അത് പരിശോധിക്കേണ്ടതുമാകുന്നു. കൂടാതെ സ്തോത്രം, സ്വന്തം നിഗമനത്തിൽ ഊന്നൽ കൊടുക്കാതെ വചനത്തെ സൂക്ഷ്മമായി പരിശോധിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ്. സത്യം സ്വീകരിക്കുകയും അല്ലാത്തത് തള്ളിക്കളയുകയും ചെയ്യണം. അതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. സത്യം മാത്രമേ സ്വീകരിക്കാവൂ. സത്യത്തിന് വിരുദ്ധമായി വരുന്ന ഏത് ആലോചനയും ആര് സംസാരിച്ചാലും അത് തള്ളിക്കളയുവാനുള്ളതായ സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അത് അങ്ങനെ തന്നെ ചെയ്യേണ്ടതുമാണ്.
നമ്മുടെ കർത്താവ് വരുവാൻ കാലമായി. സ്തോത്രം. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതും അത്യന്താപേക്ഷിതമാണ് എന്ന് ഓർമ്മപ്പെടുത്തുവാൻ താല്പര്യപ്പെടുകയാണ്. അതിനോടനുബന്ധമായിട്ട് ചില വേദഭാഗങ്ങളും കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ താല്പര്യപ്പെടുന്നു. സ്തോത്രം. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 20-ാമത്തെ വാക്യഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം എന്ന വിഷയം നമ്മൾ പഠിക്കുമ്പോൾ യേശു ക്രിസ്തു യഥാർത്ഥമായി ആരാണ് എന്ന വസ്തുത നാം വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ പറയുകയാണ്. ദൈവപുത്രൻ, ദൈവം പുത്രത്വം സ്വീകരിച്ച് ഈ ലോകത്തിലേക്ക് വന്നത് സത്യദൈവത്തെ ഓരോ വ്യക്തികളും അറിയേണ്ടതിന് വേണ്ടിയാണ്. അതിനുള്ളതായ തിരിച്ചറിവ് നമുക്ക് നൽകുവാനിടയായി തീർന്നു. നാം സത്യദൈവത്തിൽ അവൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു എന്ന് രണ്ടാമത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നാം സത്യദൈവത്തിലാണ്. സത്യദൈവത്തിൽ എന്ന് പറയുമ്പോൾ പുത്രത്വം സ്വീകരിച്ച് കടന്നു വന്ന യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു നാം. യേശു ക്രിസ്തുവിൽ നാം ആയിരിക്കുമ്പോൾ നാം സത്യദൈവത്തിലായിരിക്കുന്നു എന്നാണ് വിശുദ്ധ യോഹന്നാൻ അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ സംസാരിക്കുവാനിടയായി തീർന്നിട്ടുള്ളത്. പിന്നീട് കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തുന്നത്, അവൻ യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നു. യേശു ക്രിസ്തു സത്യദൈവവും നിത്യജീവനുമാകുന്നു എന്ന വസ്തുത നാം വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ടത് ആവശ്യമാണ്. സത്യദൈവമായവൻ തൻ്റെ മക്കൾക്ക് നിത്യജീവനെ കൊടുക്കുവാൻ മനുഷ്യവേഷമെടുത്ത് ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതും ഗ്രഹിച്ചിരിക്കേണ്ടതും ആവശ്യമാണ്. സത്യദൈവമായവനാണ് പുത്രത്വം സ്വീകരിച്ച് അഥവാ മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വന്നത്. അത് ഒരു പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ പ്രത്യേക ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് കർത്താവ് ലോകത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത് എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. പലരും ഊഹാഭോഗങ്ങൾ സംസാരിക്കാറുണ്ട്. ഊഹാഭോഗങ്ങളൊന്നും വിലപ്പോകുന്നതല്ല. അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ദൈവോചനത്തിൻ്റെ വസ്തുത എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്തിനു വേണ്ടിയാണ് കർത്താവ് മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് നാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കഴിയുന്നു എങ്കിൽ മാത്രമേ സ്തോത്രം നാം പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ളതായ ആത്മീയ സന്തോഷം നമുക്ക് അനുഭവിക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ് ദൈവവചന പഠനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യഭാഗം നാം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരിക്കുന്നവരെ ഒക്കെയും വിടുവിച്ചു എന്നവിടെ കാണുവാൻ കഴിയുന്നു. തൻ്റെ മക്കൾ ജഡത്തിൽ ജീവിക്കുന്നവരാകൊണ്ട് മക്കളുടെ പിതാവും അവരെ പോലെ ജഡത്തിൽ ജീവിക്കുവാനായിട്ട് ജഡത്തിൽ വസിക്കുന്നവനായി ലോകത്തിലേക്ക് കടന്നു വന്നു. കാരണം മനുഷ്യനെ പാപത്തിൻ്റെ വഴികളിലൂടെ മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട അനുഭവത്തിലൂടെ
നയിക്കുവാൻ ഇടയായി തീർന്ന പിശാചിനോടുള്ള പ്രതികാരം നടത്തേണ്ടതിന് വേണ്ടിയാണ് കർത്താവ് ആ വിധത്തിൽ കടന്നു വരുവാൻ ഇടയായി തീർന്നത്. മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. തൻ്റെ മക്കൾ മരണഭീതിയാൽ അടിമപ്പെട്ട് കഴിയുകയായിരുന്നു. പിശാച് അവരെ വഞ്ചിച്ച് പാപം ചെയ്യിച്ച് മരണത്തിന് യോഗ്യരാക്കി തീർത്തു. ആ രീതിയിൽ ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്ന തൻ്റെ മക്കളെ വീണ്ടെടുക്കുക എന്ന ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് പരിശുദ്ധനായ കർത്താവ് അഥവാ സർവശക്തനായ ദൈവം തൻ്റെ മക്കളിൽ ഒരുവനെ പോലെ ജഡരക്തങ്ങളോടുകൂടിയവനായി അല്ലെങ്കിൽ ശരീരത്തിൽ വസിക്കുന്നവനായി ജഡം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വന്നത് എന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. കർത്താവിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും സകലവും സൃഷ്ടിച്ചവനായ ആത്മാവും അദൃശ്യനുമായ സർവശക്തിയുള്ള ദൈവമാണ് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നുണ്ട്. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും നമുക്ക് കാണുവാൻ കഴിയുന്നതും കാണുവാൻ കഴിയാത്തതുമായ സകലവും സൃഷ്ടിച്ചവൻ പരമനാഥനായ കർത്താവാണ്. സകലവും സൃഷ്ടിച്ചവനായ ആത്മാവും അദൃശ്യനുമായ ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ ആത്മാവും അദൃശ്യനുമാണ് എങ്കിലും തൻ്റെ മക്കളെ മരണത്തിൽ നിന്നും വീണ്ടെടുത്ത് തൻ്റെ സ്തോത്രം തൻ്റെ ആ ഭവനത്തിൽ പാർപ്പിക്കുവാൻ കർത്താവ് മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വന്നു എന്നാണ് സ്തോത്രം നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. മക്കൾ എന്ന് പറയുന്നത് തൻ്റെ സൃഷ്ടിയുടെ ഏറ്റവും മണിമകുടമായ ഒരു സൃഷ്ടിയാണ് മനുഷ്യ സൃഷ്ടി എന്ന് പറയുന്നത്. അവരുടെ വീഴ്ചയിൽ നിന്നും കരകയറ്റുവാൻ മറ്റൊന്നിനും കഴിയാത്തത് കൊണ്ടും മനുഷ്യനെ വീണ്ടെടുക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമായിരുന്നത് കൊണ്ടും പിതാവായ ദൈവം തന്നെ ജഡത്തിൽ വെളിപ്പെട്ട് ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, സ്തോത്രം, സൃഷ്ടിയുടെ ഏറ്റവും സുപ്രധാനമായ സ്ഥാനത്ത് നിൽക്കുന്നവരാണ് മനുഷ്യർ. കാരണം മനുഷ്യനെ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടു എന്നാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ പാപം ചെയ്ത് മരണത്തിന് വിധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ മരണത്തിൽ നിന്നും അവനെ വീണ്ടെടുക്കേണ്ടത് ആവശ്യമായിരുന്നത് കൊണ്ടും ലോകത്തിലുള്ളതായ മറ്റ് യാതൊരു ശക്തികൾക്കോ വ്യക്തികൾക്കോ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ കഴിയാത്തത് കൊണ്ടും എന്നാൽ മനുഷ്യനെ വീണ്ടെടുക്കേണ്ടത് ദൈവ പദ്ധതികളുടെ ആവശ്യമായിരുന്നത് കൊണ്ടും സ്തോത്രം അവനെ വീണ്ടെടുക്കുവാൻ പിതാവായ ദൈവം തന്നെ തൻ്റെ മക്കളിൽ ഒരുവനെ പോലെ മനുഷ്യവേഷമെടുത്ത് പുത്രത്വം സ്വീകരിച്ച് അഥവാ മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വന്നു എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. അവൻ ഭൂമിയിൽ വന്നപ്പോൾ സ്വർഗത്തിലെ സൈന്യം അവനെ നോക്കി ആർത്തുപാടി. എന്താണ് ആർത്തുപാടിയത്? അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനമെന്ന് ദൂതന്മാർ ആർത്തുഘോഷിക്കുവാനിടയായി തീർന്നു. സർവശക്തനായ ദൈവമാണ് ഭൂമിയിലേക്ക് താണിറങ്ങി വന്നിരിക്കുന്നത്. സ്തോത്രം, തൻ്റെ മക്കളെ വീണ്ടെടുക്കുവാനായിട്ട് താൻ കടന്നു വന്നിരിക്കുന്നു. മനുഷ്യത്വം സ്വീകരിച്ച് അവനെ ആ സ്തോത്രം സ്വാഗതം ചെയ്തുകൊണ്ട് ദൂതന്മാർ പാടുകയായിരുന്നു. അവനെ ആ സ്തോത്രം വാഴ്ത്തി പുകഴ്ത്തുകയായിരുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം.
മഹത്വമേറിയവനായ കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നു. അവൻ്റെ പ്രസാദം ലഭിക്കപ്പെടുന്നതായ മനുഷ്യർ ഭാഗ്യവാന്മാരാണ് എന്ന് കർത്താവിൻ്റെ ദൂതന്മാർ വിളിച്ചു പറഞ്ഞു. പ്രിയമുള്ള ശ്രോതാക്കളെ, സ്തോത്രം, യേശു ഇവിടെ കടന്നു വന്നതുകൊണ്ടോ ക്രൂശിൽ മരിച്ചതുകൊണ്ടോ ഉയർത്തെഴുന്നേറ്റതുകൊണ്ടോ സ്തോത്രം സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു പോയതുകൊണ്ടോ ഭൂമിയിലുള്ള സകല മനുഷ്യർക്കും ഒരുപോലെ അതിൻ്റെ പ്രസാദം ലഭിക്കുമെന്ന് ആരും ചിന്തിക്കരുത്. അതങ്ങനെ ലഭിക്കുകയില്ല. എന്നാൽ അവൻ്റെ പ്രസാദം ലഭിക്കുവാനിടയായി തീരണമെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവും ദൈവവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തികൾക്ക് മാത്രമാണ് അവൻ്റെ പ്രസാദം ലഭിക്കുവാനിടയായി തീരുന്നത്. ഇല്ലാതെ സ്തോത്രം, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, ഏതെങ്കിലും സഭാ വിഭാഗത്തിൽ കൂടി നടക്കുന്നവനാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും പെന്തക്കോസ്ത് സംഘടനയിൽ ഉൾപ്പെട്ടവനാണ്, ധാരാളം സ്തോത്രം പ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്യുന്നു എന്നൊന്നും അനുമാനിച്ചിട്ട് കാര്യമില്ല. ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയനുസരിച്ച് ദൈവം തൻ്റെ മക്കൾക്ക് നൽകിയിട്ടുള്ള ഉപദേശവും നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണിച്ചുകൊണ്ട് ജീവിക്കുവാൻ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് ദൈവത്തിൻ്റെ പ്രസാദം ലഭിക്കുവാനിടയായി തീർന്നത്. ഇല്ലാത്തവർക്ക് യാതൊരു വിധമാകുന്ന അനുഗ്രഹങ്ങളും ലഭിക്കുകയില്ല. ഈ ലോകത്തിൽ ഭൗതികമായ ചില കാര്യങ്ങളൊക്കെ നേടിയെടുക്കുവാൻ അവർക്ക് കഴിയുമെങ്കിലും സ്തോത്രം, ഈ ലോകത്തിലെ ജീവിതമൊക്കെ ക്ഷണികമാണെന്ന് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അതിവേഗത്തിൽ ഈ ലോകത്തിൻ്റെ അവസ്ഥയ്ക്ക് ഭേദം വരികയും ഇവിടെ നിന്നും സ്തോത്രം സകല മനുഷ്യരും ഒരുപോലെ മാറ്റപ്പെട്ടേ മതിയാവുകയുള്ളൂ. അങ്ങനെയുള്ളതായ സന്ദർഭത്തിൽ ദൈവരാജ്യത്തിലേക്ക് കടന്നു പോകുവാൻ താല്പര്യമുള്ളവർ ഇപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവിക്കുവാൻ താല്പര്യമുള്ളവർക്ക് മാത്രമാണ് ദൈവരാജ്യത്തിൽ പങ്കെടുക്കുവാൻ കഴിയുന്നത്, ദൈവരാജ്യത്തിൽ ചെന്നേറുവാൻ കഴിയുന്നത്. അല്ലാതെയുള്ള സകല മനുഷ്യരും കൈവിടപ്പെട്ടു പോകും. അങ്ങനെയുള്ളവർക്ക് വളരെ നിരാശയുണ്ടാകും, പരിഭ്രമമുണ്ടാകും, വളരെ കരച്ചിലുണ്ടാകും, പല്ലുകടിയുണ്ടാകും. അത് വളരെ വേദനാജനകമാകുന്ന അനുഭവത്തിലേക്ക് അവരുടെ ആത്മാക്കൾ കടന്നു പോകേണ്ടതായിട്ട് വരും എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. പ്രിയമുള്ള സ്നേഹിതരെ, സഹോദരങ്ങളെ, ദൈവമക്കളെ, സ്തോത്രം, ദൈവവചനത്തിൻ്റെ സത്യം അറിഞ്ഞ് സത്യത്തിനു വേണ്ടി ജീവിക്കുവാൻ കഴിയുന്നവർക്ക് മാത്രമാണ് ദൈവം നിത്യതയിൽ പങ്കാളിത്തം നൽകുവാനിടയായി തീരുന്നത്. ഇല്ലാതെ സ്തോത്രം എന്തെങ്കിലുമൊക്കെ ക്രിസ്ത്യാനിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പ്രവർത്തിച്ച് നടക്കുന്നവർക്കൊന്നും ദൈവരാജ്യത്തിൽ പങ്കാളിത്തം വഹിക്കുവാൻ കഴിയുകയില്ല എന്ന് വളരെ വ്യക്തമായി പഠിക്കുവാൻ കഴിയുന്നു. സ്തോത്രം, യേശുക്രിസ്തു യഥാർത്ഥ ദൈവമാണെന്നും അവൻ എൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ടാണ് മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിൽ വന്നതെന്നും വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടുവാനിടയായിത്തീരും. അത് വിശ്വസിക്കുവാൻ കഴിയാത്തവരെ സംബന്ധിച്ച് കർത്താവിൻ്റെ വചനം പറയുന്നത് അവർ ശിക്ഷാവിധിയിൽ അകപ്പെടും എന്നും ദൈവവചനം പഠിപ്പിക്കുകയാണ്. കർത്താവിൻ്റെ നാമത്തെ വിശ്വസിക്കുന്നവർക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയും. വിശ്വസിക്കാത്ത ആളുകൾക്ക് ശിക്ഷാവിധി ഉണ്ടാകുമെന്നും ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 10 മുതൽ 13 വരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്, അവൻ ലോകത്തിലുണ്ടായിരുന്നു. ആരാണ് ലോകത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്നത്? സർവശക്തനായ ദൈവം ലോകത്തിലുണ്ടായിരുന്നു. ലോകം അവൻ മുഖാന്തരം ഉളമായി, ലോകമോ അവനെ അറിഞ്ഞില്ല. സകലത്തെയും ഉളമാക്കിയവനായ ദൈവമാണവൻ. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നതാണ്, സ്തോത്രം. എന്നാൽ ലോകം അവനെ അറിഞ്ഞില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. പിന്നീട് നമ്മൾ അതിൻ്റെ 11-ാമത്തെ വാക്യഭാഗത്തിൽ കാണുന്നത്, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അവൻ തെരഞ്ഞെടുക്കപ്പെട്ട അവൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിൽ അഥവാ യഹൂദ്യ ദേശത്തിലേക്കാണ് അവൻ
താണിറങ്ങി വരുവാനിടയായി തീർന്നത്. എന്നാൽ അവൻ്റെ സ്വന്തക്കാരായവർ, അല്ലെങ്കിൽ അവൻ്റെ ജാതിയിൽപ്പെട്ടവർ, യഹൂദന്മാരായവർ അവനെ കൈക്കൊണ്ടില്ല, അവനെ തള്ളിക്കളഞ്ഞു എന്നുള്ളത് മാത്രമല്ല, പല വിധത്തിലുള്ളതായ പീഡാനുഭവങ്ങൾ അവനുണ്ടാവുകയും സ്തോത്രം ഒടുവിൽ അവനെ മാരകമായി തല്ലി മുറിവേൽപ്പിച്ച് സ്തോത്രം അവനെ കാൽവറിയിൽ യാഗമാക്കി തീർക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. സ്തോത്രം ഈ തരത്തിലുള്ളതായ ദുരനുഭവങ്ങളൊക്കെ അവനുണ്ടാകുവാനിടയായി തീർന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു എങ്കിലും സ്വന്തമായവർ അവന് സമ്മാനിച്ചതൊക്കെ വളരെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളായിരുന്നു എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. അപ്പോൾ ദൈവം മറ്റൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് എങ്ങനെയാണ്? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊള്ളുക എന്ന് പറഞ്ഞാൽ സ്തോത്രം അവനെ ഹൃദയത്തിൽ വിശ്വാസത്താൽ സ്വീകരിക്കുക എന്നുള്ളതാണ് കൈക്കൊള്ളുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നു. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. ഏതെങ്കിലുമൊക്കെ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ഞങ്ങളും വിശ്വാസികളാണ്, ദൈവമക്കളാണ്, ക്രിസ്ത്യാനികളാണ്, പെന്തക്കോസുകാരാണ് എന്നൊന്നും പറയുന്നതിനകത്ത് യാതൊരു വിധമാകുന്ന അർത്ഥവുമില്ല, കഴമ്പുമില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. ഇത് സർവശക്തനായ ദൈവത്തിൻ്റെ നാമമാണെന്ന് വിശ്വസിക്കണം. അവനെ കൈക്കൊള്ളുന്നവർ യേശുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കണം. അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് ദൈവം അധികാരം നൽകിയിരിക്കുന്നത് ദൈവമക്കളാകുവാൻ. സ്തോത്രം. യേശുവിനെ യഥാർത്ഥമായി കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാതെ അവൻ്റെ നാമത്തെ വിശ്വാസത്താൽ സ്വീകരിക്കാതെ അതിനെതിരായി പ്രവർത്തിക്കുന്ന ഏതൊരു ക്രിസ്ത്യാനിയും ഏതൊരു പെന്തക്കോസുകാരനും യേശുവിൻ്റെ മക്കളല്ല, അഥവാ ദൈവമക്കളല്ല. അവർ പിശാചിൻ്റെ അനുയായികളാണ്, പിശാചിൻ്റെ സന്തതികളാണ് എന്ന് പറയുന്നതിൽ യാതൊരു വിധമാകുന്ന സ്വതന്ത്ര ലജ്ജയ്ക്കും കാരണമില്ല. കാരണം ദൈവത്തെ അനുസരിക്കാതെ പോകുന്നവരൊക്കെയും പിശാചിൻ്റെ വഴികളിലൂടെയാണ് കടന്നു പോകുന്നത്. പിശാചിൻ്റെ വഴികളിലൂടെ കടന്നു പോകുന്നവർ പിശാച് എവിടെ ചെന്ന് എത്തുന്നുവോ അവിടെയാണ് അവർക്കും വാസമൊരുക്കിയിരിക്കുന്നത്. സ്തോത്രം. അവിടെ മഹാദണ്ഡന സ്ഥലത്തേക്കാണ് പിശാച് കടന്നു പോകുന്നത്. അവിടേക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയാണ് അനേക കോടിക്കണക്കിന് ആത്മാക്കളെ പിശാചും അവൻ്റെ അനുയായികളും ഇന്ന് തെറ്റായ മാർഗങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ താല്പര്യപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ അറിയേണ്ടും പോലെ അറിയുവാൻ കഴിയാത്ത വ്യക്തി ജീവിതങ്ങൾക്ക് തീർച്ചയായിട്ടും ദൈവമക്കളാകുവാൻ കഴിയുകയില്ല എന്നാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ വിശ്വാസത്താൽ സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം നൽകിയിരിക്കുന്നു. അങ്ങനെ അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ ഒരു സവിശേഷത അതിൻ്റെ 13-ാമത്തെ വാക്യഭാഗത്തിൽ കൊടുത്തിട്ടുണ്ട്. അവർ രക്തത്തിൽ നിന്നല്ല ജനിക്കപ്പെട്ടത്, ജഡത്തിൻ്റെ ഇഷ്ടത്താലുമല്ല അവർ ജനിക്കപ്പെട്ടത്, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്നത്രേ ജനിച്ചിരിക്കുന്നത് എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവും ദൈവവുമായി ഹൃദയത്തിൽ വിശ്വാസത്താൽ സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുന്നു. അങ്ങനെ ദൈവമക്കളാകുന്ന ഭക്തി ജീവിതങ്ങൾ രക്തത്താൽ ജനിക്കപ്പെട്ടവരല്ല, ജഡത്തിൽ നിന്ന് ജനിക്കപ്പെട്ടവരുമല്ല, പുരുഷന്റെ ഇഷ്ടത്താൽ ജനിക്കപ്പെട്ടവരുമല്ല. അവർ യഥാർത്ഥമായി സർവശക്തനായ ദൈവത്തിൽ നിന്നും ജനിക്കപ്പെട്ടവരാകുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്.
പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, സ്തോത്രം. ഇത് അന്ത്യകാലമാണല്ലോ. നമ്മുടെ ആത്മാക്കൾ നഷ്ടപ്പെട്ടു പോകാതെ, നശിച്ചു പോകാതെ നിത്യതയിൽ, നിത്യരാജ്യത്തിൽ നിത്യനായ ദൈവത്തോടു കൂടെ വാസം ചെയ്യുവാൻ അവൻ്റെ വിശുദ്ധന്മാരായിരിക്കുന്ന ദൂതന്മാരോടും അവൻ്റെ വിശുദ്ധ ഗണത്തോടും ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും കർത്താവിനുള്ളതായ സന്തോഷം അനുഭവിക്കുവാനും ഇടയായി തീരണമെങ്കിൽ സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വാസത്താൽ ദൈവമെന്ന് അംഗീകരിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് പാപങ്ങളെ കഴുകിക്കളഞ്ഞ് വിശുദ്ധ ജീവിതം നയിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് മാത്രമാണ് ആ സൗഭാഗ്യം ലഭിക്കുന്നതില്ല എങ്കിൽ ആ ഭാഗ്യം ഒരു വ്യക്തിക്ക് ലഭിക്കുകയില്ല എന്നാണ് ദൈവവചനത്തിൻ്റെ വ്യക്തമായ തെളിവുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. ആത്മാവായ ദൈവത്തിനും അഥവാ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വമായിട്ട് ബന്ധപ്പെട്ടാണ് ആത്മാവായ ദൈവത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത്. സ്തോത്രം. പാപിയായ മനുഷ്യനും മധ്യസ്ഥത വഹിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വമാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി പഠിക്കുവാൻ കഴിയുന്നു. പുതിയ നിയമത്തിൻ്റെ മധ്യസ്ഥൻ എന്ന് അവനെക്കുറിച്ച് സംബോധന ചെയ്തിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വമാണ് നമുക്ക് വേണ്ടി മരിക്കുവാൻ ഇടയായി തീർന്നത്. ദൈവം ഒരിക്കലും സ്തോത്രം മരിച്ചിട്ടില്ല. ദൈവത്തിന് മരിക്കുവാൻ കഴിയുകയില്ല, ദൈവത്തിന് ജനിക്കുവാനും കഴിയുകയില്ല. എന്നാൽ ജനിച്ചതും മരിച്ചതുമൊക്കെ സ്തോത്രം ദൈവം മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് കടന്നു വരേണ്ടതിന് നിശ്ചയിക്കപ്പെട്ടവൻ്റെ മനുഷ്യത്വമാണ് ജനിച്ചതും മരിച്ചതും എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതും ആവശ്യമാണ്. സ്തോത്രം. എബ്രായ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിൻ്റെ മധ്യസ്ഥനാകയാൽ അതിൻ്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവായ യേശു ക്രിസ്തു വളരെ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടവനാണ്. അവൻ്റെ നിയമത്തിൻ്റെ മധ്യസ്ഥനാകിയാൽ അതിൻ്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും ഓരോരുത്തരും പ്രാപിക്കുന്നു എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. ഞാനൊരു ക്രിസ്തീയ പള്ളിയിൽ പോകുന്നവനാണ്, ഏതെങ്കിലും പെന്തക്കോസ്ത് സംഘടനയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവനാണ് എന്ന് പറയുന്നത് കൊണ്ട് അവൻ ക്രിസ്തുവിലാകുന്നില്ല. ഒരുവൻ ക്രിസ്തുവിലാകണമെങ്കിൽ മുൻപ് നമ്മൾ വായിച്ച വേദഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ജീവിതാനുഭവത്തിലേക്ക് അവൻ തിരിയേണ്ടത് ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷകരമായ ഹൃദയത്തിൽ വിശ്വാസത്താൽ സ്വീകരിച്ച് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നത്. അങ്ങനെ അവൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥ അനുസരിച്ച് പെന്തക്കോസ്ത് നാളിൽ വിശുദ്ധ പത്രോസ് നൽകിയ ഉപദേശപ്രകാരം മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണ് ദൈവമക്കൾ. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ക്രിസ്തുവിലായവൻ എന്ന് പറയുവാൻ കഴിയുന്നത്. അങ്ങനെ അവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവൻ്റെ പഴയ അവസ്ഥകളെല്ലാം പൂർണ്ണമായും മാറി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഒരുവൻ ക്രിസ്തുവിലാകുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. ക്രിസ്തുവിലായി എന്ന് പറയുന്നത് കൊണ്ടും, അല്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനിയാണ്, അല്ലെങ്കിൽ ഞാനൊരു പള്ളിക്കാരനാണ്, പെന്തക്കോസ്തുകാരനാണ് എന്നൊന്നും പറയുന്നത് കൊണ്ട് പ്രയോജനമില്ല. യഥാർത്ഥമായി ഹൃദയംഗമായിട്ട് ക്രിസ്തുവിലായ ഒരു വ്യക്തിയായിരിക്കണം ആ ഒരു വിശ്വാസി.
അങ്ങനെയുള്ളവർക്ക് മാത്രമാണ് സ്തോത്രം പഴയ അവസ്ഥകളൊക്കെ മാറി ഒരു പുതിയ അവസ്ഥയിലൂടെ കടന്നു പോകുവാൻ കഴിയുന്നു. സ്തോത്രം. ഈ സംഭവങ്ങൾക്കൊക്കെയും ഇവിടെ അതിൻ്റെ 18-ാമത്തെ വാക്യഭാഗത്തിൽ പറയുന്നത്, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിച്ച് നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്. സകലത്തിനും ദൈവം തന്നെയാണ് കാരണഭൂതൻ. അവൻ നമ്മെ കർത്താവായ യേശു ക്രിസ്തു മൂലം ദൈവത്തോട് നിരപ്പിച്ചു എന്നാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പിന്നീട് വിശുദ്ധ പൗലോസ് പറയുന്ന നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നുമിരിക്കുന്നു എന്നാണ്. അപ്പോൾ അപ്പോസ്തലന്മാർ നൽകുന്നതായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ദൈവവുമായിട്ടുള്ള നിരപ്പിന്റെ ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷ അപ്പോസ്തലന്മാർക്ക് ദൈവം നൽകിയിരിക്കുമ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം ഞങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് പറയുന്നതായ മിടുക്കന്മാര് ക്രിസ്തീയ സമൂഹത്തിലുണ്ട്. സ്തോത്രം. ഞങ്ങൾ യേശു പറയുന്നത് പോലെ മാത്രമേ കേൾക്കൂ, അപ്പോസ്തലന്മാർ പറയുന്നതൊന്നും ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്ന് പറയുന്നതായ സാക്ഷ്യക്കാരായ മിടുക്കന്മാരുണ്ട് നമ്മൾ ഈ ലോകത്തിൽ. അങ്ങനെയുള്ളതായ പ്രിയപ്പെട്ടവരോട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്, സ്തോത്രം, നിങ്ങൾ പഴയ അവസ്ഥയിൽ തന്നെ ആയിരിക്കുകയാണ്, ക്രിസ്തുവിലായിട്ടില്ല, പഴയത് കഴിഞ്ഞു പോയിട്ടുമില്ല, നിങ്ങളുടെ ഹൃദയത്തിൽ പുതുക്കം പ്രാപിച്ചിട്ടുമില്ല. അത് പഴയ അവസ്ഥയിൽ തന്നെ ചീഞ്ഞു നാറുന്ന അവസ്ഥയിൽ പാപബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് എത്രയും വേഗത്തിൽ മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് ഒരു പുതിയ സൃഷ്ടിയായി മാറുക. നമ്മുടെ കർത്താവ് വരാറായി എന്ന് നമുക്കറിയാമല്ലോ. സ്തോത്രം. ഇവിടെ നമ്മൾ വായിച്ചത്, ഇതിനൊക്കെയും കാരണഭൂതൻ കർത്താവ് തന്നെയാണ്. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് നിരപ്പിക്കുകയും നിരപ്പിൻ്റെ ശുശ്രൂഷ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസന്മാർക്ക് അഥവാ അപ്പോസ്തലന്മാർക്ക് കർത്താവ് നൽകുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് നിരപ്പിൻ്റെ ശുശ്രൂഷ ലഭിച്ച് ആ ശുശ്രൂഷ ചെയ്യുന്ന വിശുദ്ധന്മാരായ അപ്പോസ്തലന്മാരുടെ വാക്കുകൾ നമ്മൾ യാതൊരു വിധമാകുന്ന അതൃപ്തിയും കൂടാതെ സ്വീകരിച്ച് അവൻ്റെ നാമത്തിന് വേണ്ടി നിൽക്കേണ്ടത് ആവശ്യമാണ് എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സ്തോത്രം. ഇവിടെ റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യഭാഗം നമ്മൾ വായിക്കുന്നത്, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവൻ്റെ പുത്രൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടുമെന്ന് കാണുവാൻ കഴിയുകയാണ്. അപ്പോൾ നാം ദൈവത്തിന് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ, പാപത്തിൻ്റെ മക്കളായിരിക്കുമ്പോൾ തന്നെ, പിശാചിൻ്റെ സന്തതികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്താൽ ദൈവത്തോട് നിരപ്പ് വന്നു എങ്കിൽ നാം മനഃപൂർവ്വമായിട്ടും ഹൃദയംഗമായി നിരന്ന ശേഷം നാം അവൻ്റെ ജീവനാൽ എത്ര അധികമായി രക്ഷിക്കപ്പെടുമെന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ള ശ്രോതാക്കളെ, ദൈവമക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യത്വം നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. അവൻ വെറും ഒരു മനുഷ്യനല്ല, അവൻ സാക്ഷാൽ സർവശക്തനായ ദൈവമാണ്. എന്നെയും നിങ്ങളെയും വീണ്ടെടുത്ത് രക്ഷിക്കേണ്ടതിന് വേണ്ടി അവൻ മനുഷ്യത്വം സ്വീകരിച്ച് ലോകത്തിലേക്ക് വന്ന ദൈവമാണ്. അതുകൊണ്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരവും കൊടുത്തിട്ടുണ്ട്. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമമാണ്. അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച് സ്നാനമേറ്റ് നിത്യജീവൻ പ്രാപിക്കുവാൻ സകലരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം എവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സ്തോത്രം ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാരായിരിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർക്ക്
കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവും നന്ദി അറിയിക്കുന്നു. അല്പസമയം ദൈവവചനം സംസാരിക്കുവാൻ അവസരം തന്നതുകൊണ്ട് ദൈവത്തെ അധികമായി സ്തുതിക്കുകയും കർത്തൃനാമത്തിൽ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. കേൾവിക്കാരായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. സകലരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു. അല്പസമയം തിരുവചനവുമായിട്ട് തിരുസന്നിധിയിൽ നിൽക്കുവാൻ നീ കൃപ ചെയ്തതിനായി സ്തുതിക്കുന്നു. അധികമാകുന്ന ആത്മീയ സന്തോഷത്താൽ അടിയങ്ങളെ നിറയ്ക്കണം. ഇത് അന്ത്യനാളുകളാണെന്ന് അറിഞ്ഞുകൊണ്ട് കർത്താവിനോട് ചേർന്ന് നിൽപ്പാൻ നിന്റെ മക്കളെ ഏവരെയും സഹായിക്കുമാറാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് സൂക്ഷിച്ചുകൊള്ളണം. സകല മഹത്വപ്പനിരിക്കട്ടെ. ഈ ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരെ അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.